വിധിയെ പഴിക്കുന്ന മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. അവർ എന്തെന്നില്ലാത്ത പരാതിയും കൊണ്ട് മുന്നോട്ട് പോകുക. എൻ്റെ ജീവിതത്തിൻ്റെതായ നാശത്തിൻ്റെ കാരണം, എൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ കാരണമെല്ലാം എൻ്റെ വിധിയാണ്, ഞാൻ ഭാഗ്യമില്ലാത്തവനാണ്, ഞാൻ ഭാഗ്യക്കേടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇങ്ങനെ വിധിയെ കൽപ്പിക്കുന്ന വ്യക്തികൾ ധാരാളമുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ടേൺ ഓവറായി സംഭവിക്കുന്ന കാര്യം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് വിധിയല്ല, ദൈവത്തിൻ്റെ നിർണയമാണ്. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനമായി പഠിക്കാറുണ്ട്. ബൈബിളിൽ ഒരു ഭക്തയായ ഒരു സ്ത്രീയുടെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു. അവൾ പറയുന്നത് ഇങ്ങനെയാണ്: സമ്പന്നർ ആഹാരത്തിനായി കൂലിക്ക് നിൽക്കുന്നു, വിശന്നവർ വിശ്രമം പ്രാപിക്കുന്നു, വന്യ 7 പ്രസവിക്കുന്നു, പുത്രസമ്പന്നയോ ക്ഷയിച്ചു പോകുന്നു. അതായത് വളരെയധികം വിരോധാഭാസമാണ് നടക്കുന്നത്. സമ്പന്നർ ആഹാരത്തിനായി കൂലി നിൽക്കുന്നൊരവസ്ഥ, വിശക്കുന്നവരോ വിശ്രമം പ്രാപിക്കുന്നൊരവസ്ഥ, വന്ധ്യത സംഭവിച്ച ഒരു സ്ത്രീ 7 പ്രസവിക്കുന്ന അവസ്ഥ, പുത്രസമ്പന്നരോ ക്ഷയിച്ചു പോകുന്ന അവസ്ഥ. ഇത് വളരെയധികം വിരോധാഭാസമാണ്. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഇത് വിരോധാഭാസമാണ്. ദൈവം ഇങ്ങനെയാണ്. ദൈവം ചിലതിനെ ഉടയ്ക്കും, ചിലതിനെ വാർക്കും, ചിലതിനെ ദൈവം നനയ്ക്കും, ചിലതിനെ ഉണക്കും. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്: ദൈവം ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. ദൈവം ഇങ്ങനെയാണ്. പല കാര്യങ്ങളും പല രീതിയിൽ ചെയ്തു കൊടുക്കും. നമുക്കറിയാം, കൊറോണ വന്നപ്പോൾ ലോകം മുഴുവനും ഒരു കഷ്ണം അപ്പത്തിന് വേണ്ടി തന്നെ കൊതിച്ച നിമിഷങ്ങളുണ്ട്. കാരണം വിരോധാഭാസമാണ്. മനുഷ്യൻ ചിന്തിക്കുന്നത് പണമുണ്ടെങ്കിൽ, എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതെല്ലാം നേടിയെടുക്കാമെന്ന്. പക്ഷെ ദൈവം പറയുന്നു, അല്ല, ഇതിനൊക്കെ മറിച്ച് ചിന്തിപ്പിക്കാനും എനിക്ക് കഴിയും. പക്ഷേ നീ ചിന്തിക്കേണ്ടത് ദൈവത്തെയാണ്. ദൈവത്തെ ചിന്തിക്കുന്നുവെങ്കിൽ ഏത് വിരോധാഭാസത്തെയും നേരിടുവാൻ നിനക്ക് കഴിയുമെന്ന് ദൈവം നിന്നെ കൂടുതലായി ബലപ്പെടുത്തുകയാണ്.